എടുക്കുന്നതിന്റെ ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന്. ഹലോ ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം എന്താണെന്നുള്ളത് ഞാനൊരു 3-4 ദിവസം മുമ്പ് ഞാൻ ഓൾറെഡി ഈ പേജിൽ അപ്ലോഡ് ചെയ്ത സമയം തന്നെ എൻ്റെ സജഷനിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണിത്. റിയാക്ട് ചെയ്യണോ സംസാരിക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഫുക്രു എന്ന് പറയുന്ന ആൾ ഈ പെർട്ടിക്കുലർ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടിരുന്നു. ആ കമൻറ്റ് വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിലോട്ട് ശരിക്കും പറഞ്ഞാൽ എത്തിയത്. കുറച്ച് പേജ് ട്രോളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ പെർട്ടിക്കുലർ വിഷയത്തിൽ വന്നപ്പോൾ 2 അഭിപ്രായമാണ് വന്നത്. എന്തിൻ്റെ ആവശ്യം, എന്നാൽ ആവശ്യമുണ്ടോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നപ്പം ഞാൻ ചെയ്യണ്ട എന്ന് കരുതി വിട്ടതാണ്. പിന്നെ ഞാൻ കരുതി വേണ്ട, സംസാരിക്കാം. കാരണം എൻ്റെ ഈ ആശയവുമായി അക്സെപ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ടാവാം. അപ്പം അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു വണ്ടി ഒരു വീടിനോട് ചേർന്നിട്ടല്ല, വീടിൻ്റെ മുകളിലോട്ട്, ഇപ്പോൾ എൻ്റെ വീട് ഇവിടെയാണെങ്കിൽ 100 മീറ്റർ ഇപ്പുറത്തായിട്ട് ഒരു കാറ് നിർത്തിയിടുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ആ കാറിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോവാണ്. നടന്നു പോകുന്ന സമയം ഇവൾ ആ കാറിൻ്റെ ഉള്ളിൽ ഒരാണിനെയും പെണ്ണിനെയും കൂടെ കാണുന്നു. ഈ പെൺകുട്ടി പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് ഈ പെൺകുട്ടി ഈ ആണിനെയും പെണ്ണിനെയും കണ്ടത് എന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കുന്നു. അവൾ വീട്ടിൽ പോയി വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വരുന്നു, നാട്ടുകാരെ വിളിച്ചുകൊണ്ട് വരുന്നു. ഒരു സദാചാര ഗുണ്ടായിസം അവിടെ നടക്കുന്നു. അതും എന്നെ ഏറ്റവും ഞെട്ടിച്ചത്, ഒന്നൊരു പെണ്ണ്, രണ്ടാമത്തത് ഈ ജനറേഷനിലൊരു പെണ്ണ്. പൊതുവേ ഞാൻ ഈ സദാചാര കളികൾ ഏറ്റവും കൂടുതൽ കാണുക ബസ് ഡ്രൈവേഴ്സ്, ബസ് കണ്ടക്ടേഴ്സ്, ഓട്ടോറിക്ഷ ആൾക്കാർ, അല്ലെ ആ ഏരിയയിൽ നിൽക്കുന്ന ലോഡിങ് ആൾക്കാർ, ഇവരൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടാൽ ഇങ്ങനെ നോക്കി കണ്ട് പിടിച്ച് ഇതൊരു വിഷയമാക്കി ചർച്ചയാക്കി വിപ്ലവകരമായി പോകുന്നത്. ഇത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല വൃത്തികെട്ട കാര്യങ്ങളും ഒഴിവാക്കാൻ ചിലപ്പോൾ ഇത് നല്ലതായിരിക്കാം. അപ്പം ഞാൻ പൊതുവേ പറഞ്ഞത് ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ ചെയ്യുന്നതാണ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളതല്ല. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി, അതും എനിക്ക് വീഡിയോ കണ്ടത് വെച്ച് എനിക്ക് എന്തായാലും 90s or 20s ഏജ് ഉള്ള ഒരു 90s-ലോ 20s-ലോ ഉള്ള ഒരു കുട്ടി റിയാക്ട് ചെയ്ത് കണ്ടപ്പം ഐ വാസ് ടോട്ടലി ഷോക്ക് എന്ന് വെച്ചാൽ ഷോക്ക്ഡ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം എൻ്റെ മുമ്പിൽ കൂടെ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ഏരിയയിൽ ഇങ്ങനെ ഒരു സാധനം കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വോണ്ട് റിയാക്ട്. എനിക്കത് നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്നൊരു മെൻറ്റാലിറ്റിയാണ് എനിക്ക്. അന്നേരം മണിക്കൂറുകളോളം ഞാൻ ആ സാധനം അവിടെ കാണുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല. ഞാൻ ചിലപ്പോൾ ഒന്ന് ചെന്ന് ചോദിക്കും, എന്താണ് കുറേ നേരമായാലോ കാറ് നിർത്തിയിട്ടിട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ഇവിടെ ഈ ഒരു കാര്യത്തെ വളച്ചൊടിച്ചൊരു രീതിയാണ്. സർപ്രൈസിംഗ്ലി എന്താ സംഭവം എന്നറിയോ, ഒരു ഭാര്യ ഭർത്താവാണ് ആ വണ്ടിയിലിരിക്കുന്നത്. നമുക്ക് ആദ്യം അവരുടെ ഒരു എക്സ്പീരിയൻസ് കേൾക്കാം, എന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക, ഞങ്ങളിവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു, ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക, ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും, ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു, എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങള്. ഇല്ലെങ്കിൽ സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ, വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാ, വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. ഇവിടെ 3 കാര്യങ്ങളാണ് പെൺകുട്ടി പറഞ്ഞത്. ഒന്ന്, ആദ്യം തന്നെ ഇത് ഭാര്യയും ഭർത്താവുമാണ്. ബിമൽ ബിനു എന്നാണ് ആളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഞാനിവിടെ കൊടുക്കാം ആളുടെ വൈഫിൻ്റെ ഫോട്ടോ പ്ലസ് എലോങ് വിത്ത് ആളുടെ കുട്ടിയുടെ ഫോട്ടോ. അപ്പം ഇവരാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്തത്. അപ്പം ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് ഒരു യെല്ലോ കാറ് നോക്കുമ്പോൾ ഒരു ഫ്രീക്കന്മാരുടെ ഒരു ബേസിക് കാറാണല്ലോ ഈ യെല്ലോ എന്നൊക്കെ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒരു ബ്ലാക്ക് വൈറ്റ്, ഒരു യെല്ലോ കാറിൻ്റെ ഗ്ലാസ് ഞാൻ കണ്ടത് വെച്ചിട്ട് ഒരു കവറേജ് ഉള്ള ലൈക്ക് ബ്ലാക്ക് കളർ ഗ്ലാസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒരാണും പെണ്ണും. ഇവരെ 2 പേരെയും കണ്ടാൽ പെട്ടെന്നൊന്നും കല്യാണം കഴിച്ച 2 ആളാണെന്ന് തോന്നില്ല, അത്ര ഏജ് തോന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പെൺകുട്ടി ഗസ് ചെയ്തത് ഇവർ 2 പേരും കാറ് നിർത്തിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വേണ്ടാത്ത രീതിയിലുള്ള എന്തോ ഒരു കാര്യം ചെയ്തു എന്ന് കരുതി
ഒന്ന് നല്ല കുട്ടി ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 4 ആളെ കൊണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ടോ ഒരു ഷോ ഇട്ടതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇത് 2 കപ്പിൾസ് ആണെങ്കിൽ ചിലപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ ഈ കാര്യത്തിനെ ഞാൻ പേഴ്സണലി ചിലപ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്തേനെ. ഇത് ഭാര്യയും ഭർത്താവുമാണ്, കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയുള്ള ആൾക്കാരാണ്. ഇവർക്ക് എന്തിന് കാറിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ എന്തോ ഒന്ന് കണ്ടപ്പം അതിനെ വലിച്ച് വലിയ രീതിയിൽ കെട്ടിയതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്തിൻ്റെ ആവശ്യം? സെക്കൻഡ് തിങ്, പെൺകുട്ടി ചോദിച്ചത് എൻ്റെ വീടിൻ്റെ മുമ്പിലാണോ നിർത്തിയത്? മോളുടെ പബ്ലിക് പ്രോപ്പർട്ടിയിലല്ല ഞാൻ കാണുന്നത് വെച്ച് വണ്ടി നിർത്തിയത്. വണ്ടി നിർത്തിയിട്ടുള്ളത് ഈ റോഡിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് താങ്കളുടെ ഒരു പേഴ്സണൽ സ്പേസായി മാറുക? ചിലപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഞാൻ വീടിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഞാനിത് കണ്ടു, ഓക്കെ, സമ്മതിച്ചു. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു കാറ് കുറേ നേരം നിർത്തിയാൽ നമ്മൾ അന്വേഷിക്കണം. അന്വേഷിക്കുന്നതിന് ഒരു രീതി ഉണ്ട്. അന്വേഷിക്കേണ്ട രീതിയിലായിരിക്കണം നമ്മൾ അന്വേഷിക്കേണ്ടത്. മോള് വേഗം ചെന്ന് അമ്മേനെ വിളിച്ചു വന്ന് അമ്മ അവിടെ വന്നിട്ട് ചീത്ത പറയുന്നു, എൻ്റെ മോൾ അത് കണ്ടു ഇത് കണ്ടു. എന്ത് കണ്ടു? ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ എന്ത് കണ്ടു? ഇതൊക്കെ വന്നിട്ട് അമ്മ കടന്ന് പറയുന്നു, നാട്ടുകാരെ വിളിക്കുന്നു. ഇതല്ല. നിങ്ങൾ വളരെ മാന്യമായി വന്ന് ചോദിക്കുക, കുറേ നേരമല്ല വണ്ടി നിർത്തിയിട്ടിട്ട് എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരിക്കലും ഇത്ര വിഷയത്തിലോട്ട് പോവില്ല. ഇപ്പോൾ ഒരാണും പെണ്ണും ഇരിക്കുമ്പോൾ അതൊരു കാറിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ അതൊരു സദാചാര കണ്ണിൽ കാണുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇവിടെ മോളെ എല്ലാവരും സപ്പോർട്ട് ചെയ്തേനെ ഇപ്പം അവർ കപ്പിൾസ് ആണെങ്കിൽ. ഇവർ കല്യാണം കഴിച്ച ഭർത്താവും ഭാര്യയും ഒരു കുട്ടിയുണ്ട്. അവരെ ഈ കണ്ണിൽ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇനി അവർ അഥവാ അങ്ങനെ ചെയ്തെങ്കിലും സ്വന്തം ഭാര്യേനെയാണ് ചെയ്യുന്നത്. താലി കെട്ടിയ ഭാര്യേനെ അവരുടെ വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചാൽ ചെയ്തത്. ഫോറിൻ രാജ്യങ്ങളിലൊക്കെ പോയാൽ പബ്ലിക്കായിട്ട് പലതും നമുക്ക് കാണാൻ പറ്റും. ഭാര്യേനെ ഒന്ന് ആലിംഗനം ചെയ്യാനോ ഭാര്യേൻ്റെ തോളത്ത് ചാരാനോ ഉള്ള റൈറ്റ് ഇല്ലേ? ഇനി അടുത്ത നിങ്ങളുടെ ചോദ്യം, എന്തിനാണ് വണ്ടി നിർത്തിയത്? ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഭാര്യ വന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 2 പേർക്കും തലവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാണ്. ഇപ്പോൾ യാത്ര ചെയ്യുന്നതിനിടയിൽ ഹസ്ബൻഡിന് തലവേദന കൂടി, ഫ്രണ്ടോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ സമയത്ത് അവർ വണ്ടി സൈഡാക്കി ഒതുക്കി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതാണ്. അല്ലാണ്ട് ഈ കല്യാണം കഴിച്ച ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ ഈ ഭാര്യയും ഭർത്താവിനും ഈ റോട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാ പറഞ്ഞത്, ഏത് വിഷയത്തെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇവിടെ ഇയാളുടെ ഭാഗത്താണ് 90% മിസ്റ്റേക്ക്. അവരുടെ ഭാഗത്ത് എനിക്ക് മിസ്റ്റേക്ക് പറയാൻ പോലും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഒന്ന് ചോദിക്കായിരുന്നു, എന്നിട്ട് വിഷയം സൃഷ്ടിക്കായിരുന്നു. നിങ്ങളൊന്നും നാറ്റിച്ച് പ്രശ്നമാക്കാൻ തോന്നിയതാണ്, പക്ഷെ സംഭവം നാറിയത് നിങ്ങളാണ്. ഇത് എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം എന്നുള്ള എടുക്ക എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല, പേഴ്സണൽ കാര്യം എങ്ങനെയാ മോള് പറയാ? പേഴ്സണൽ കാര്യമാണെങ്കിൽ മോള് മാത്രം വന്ന് സംസാരിക്കാനായിരുന്നു. മോള് വീട്ടിൽ ചെന്ന് അമ്മേനെ ന്യൂസ് അറിയിച്ച് നാട്ടുകാരെ വിളിച്ച് വരുത്തി വന്ന് ഇത്രയും നേരം സംസാരിക്കും. എങ്ങനെയാ ഇതൊരു പേഴ്സണൽ കാര്യമാവുക? മോള് ചെയ്യുമ്പോൾ പേഴ്സണലും ആള് വീഡിയോ എടുക്കുമ്പോൾ വലിയ വിഷയമോ? നാറിയത് മനസ്സിലായില്ലേ? ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണലോ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാൻ പറയുന്നത് കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ 2 പേരുടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നത്. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളെപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തിനാ പേടിച്ച് വണ്ടി മാറ്റിയിടണം? നിങ്ങൾ പറയാത്ത ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. ഈ പൊതുസ്ഥലത്ത് വെച്ച് കാണിച്ചതിനെ കുറ്റം പറയുന്ന ആൾക്കാര് സിനിമ കാണാൻ പാടില്ല. പബ്ലിക്കായി നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചിരുത്തി വലിയ സ്ക്രീനിൽ കൂടെ എന്തൊക്കെയാ കാണിക്കുന്നത്? കള്ളുകുടി, സിഗരറ്റ് വലി, കഞ്ചാവ്, MDM കാണിക്കുന്നില്ലേ? പീഡനം, പീഡിപ്പിക്കുന്നത്, എങ്ങനെ മറ്റൊരാളെ അറ്റാക്ക് ചെയ്യാം, എങ്ങനെ ഒരാളെ പിടിച്ചു കെട്ടി കൊണ്ടുപോവാം, എങ്ങനെ ഒരാളെ കൊന്ന് കുഴിച്ചിടാം, ഇങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ പൊതുവായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ കൺവേ ചെയ്യുന്നു. മാർക്കോ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങി, അതൊരു വയലൻസ് മൂവിയാണ്. എന്തൊക്കെ തരത്തിലുള്ള ഒരാൾക്കും കാണാൻ പറ്റാത്ത തരത്തിലുള്ള വയലൻസ് ആണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഇത് പൊതുയിടത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ? ഈ നിങ്ങളുടെയൊക്കെ ആംഗിൾ മാറ്റടോ. കുറച്ചും കൂടെ ഈ മുട്ടേന്ന് പുറത്തിറങ്ങി ജീവിക്കാൻ ശ്രമിക്കുക.
എല്ലാ വ്യക്തികൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിലോട്ട് കടക്കാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. കടന്നോളും, കടക്കണ്ടെന്ന് പറയുന്നില്ല. കടക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം 100% കോൺഫിഡൻ്റ് ആയിരിക്കണം. 100% കോൺഫിഡൻ്റ് ആയിട്ട് കിടക്കണം. ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടു എന്ന് പറയുന്നത്. ഇപ്പം ഈ അനുമോൾ ഉണ്ടാക്കിയ സീൻ പോലെയാണ്. അനുമോൾ പ്രസംഗിച്ചു, ക്യാമറയും കണ്ടില്ല, ലാലേട്ടനും കണ്ടില്ല, വീട്ടിലാരും കണ്ടില്ല. അനുമോള് കണ്ടു. എന്ത് കണ്ടു? എന്തായാലും കാണാനുള്ളത്? ഒരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് കയറി അവിടെ ഒരു വിഷയം ഉണ്ടാക്കുമ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് 100% ബോധ്യമുണ്ടെങ്കിൽ മാത്രം വിഷയം ഉണ്ടാക്കിയാൽ മതി. ഇല്ലേ മിണ്ടരുത്. ഇതൊരു കപ്പിളാവണം, അല്ലെങ്കിൽ ഇതൊരു മാരീഡ് അല്ലാത്തൊരു കപ്പിൾ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാണ്, അതിൻ്റെ ഫോട്ടോയും വീഡിയോയും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഈ കാര്യത്തെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും ആയതാണ്. അവർ തന്നെ തെളിവ് കാണിക്കുന്നുണ്ടാവും. കൂടെ കാണാം. എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെ ഇപ്പൊ വേണമെങ്കിൽ സമയം വരെ നോക്കിയോ. ഓപ്പിറ്റിക്കലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ നീ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ പകുതി റോഡിൽ കിടക്കുന്നത്, റുവാക്കി റോഡ് സൈഡിലും. അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നത്, മാരിയോട് ചോദിക്കാം, കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ. വണ്ടി വിട്ടേക്കും. ഇല്ല വണ്ടി വിട്ടേക്കും. അവള് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കട്ടെ, അടുത്ത ആളെ വിളിക്കട്ടെ. പെങ്കൊച്ച് വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത പക്ഷം വണ്ടി വിട്ടേക്കും. എല്ലാം എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാവരും കാണത്തുള്ളൂ. അവസാനം ജമ്മിയിലെ അവർ ഹോസ്പിറ്റലിൽ പോയി വന്നതിൻ്റെ OP ടൈമിൻ്റെ പേപ്പറാണ് കൊണ്ടുപോയി കാണിച്ചത്. വളരെ വ്യക്തമായിട്ട് അവർ കാണിച്ചു. ഹോസ്പിറ്റലിൽ പോയി വരികയാണ്, തലവേദനേൻ്റെ പുറത്ത് നിർത്തിയിട്ടാണ് ഭാര്യയും ഭർത്താവും. അവിടെ ആരെന്ത് ചോദിക്കും? പോലീസുകാരെന്തെങ്കിലും ചോദിക്കുമോ? നാട്ടുകാരെന്തെങ്കിലും ചോദിക്കുമോ? ഈ വന്ന ആളെന്തെങ്കിലും മിണ്ടുമോ? നിങ്ങളുടെ കണ്ണിനെ കുറിച്ചല്ലേ പറയൂ. അതുകൊണ്ട് എന്തെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തിലോട്ട് കയറി ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പെർഫെക്റ്റ് ആണോ തോന്നുന്നത്. നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അതേ സംശയത്ത് തോന്നുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.